അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള ഒന്നാമത്തെ മനുഷ്യനാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ്, ഒരു സ്വഹാബിയുടെ രൂപത്തിലാണ് നബി തങ്ങളെ കാണാൻ വന്നത്. അപ്പൊ നബി തങ്ങളും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ്. ഈ പ്രാണിക്ക് വെള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൂടെ ഉണ്ട് കേട്ടോ. ശരി, അള്ളാഹു ഖബറിനകത്ത് പോയി കിടക്കുമ്പോ ഹാഫലീങ്ങളെ ഒന്നും തിന്നത്തില്ല എന്നാ അല്ലേ ഉസ്താമാരെ? ഹാഫലീങ്ങളെ ഒന്നും പുഴുക്കൾ തിന്നൂല എന്നല്ലേ? അപ്പൊ ഇപ്പൊ ഉള്ളത് തിന്നോട്ടെ ഇൻഷാ അല്ലാഹ്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അബൂദർ തങ്ങൾ ചിന്തിച്ചു, പടച്ചവനെ നബിതങ്ങൾ എന്തോ വലിയ ഒരു ചർച്ചയിലാണ്, സലാം പറയണ്ട, ഇടയിൽ കയറിയിട്ട് സലാം പറഞ്ഞാൽ പ്രവാചകന് പ്രയാസമായാലോ. അതുകൊണ്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒന്നും മിണ്ടാതെ വഴിയിലൂടെ ഇങ്ങനെ നടന്നുപോയി. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വഴിയിലൂടെ മിണ്ടാതെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീലാണ് പറയുന്നത്, ആ പോകുന്നത് അബൂദർ അല്ലേ? സലാം പറഞ്ഞില്ലല്ലോ, സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമാവുകയാണ്. കാരണം ജിബ്രീലാണ് പേര് പറഞ്ഞിരിക്കുന്നത്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീൽ, ഈ നാട്ടുകാർക്ക് പോലും അബൂദറിന് വലിയ പരിചയമില്ല, ഈ നാട്ടുകാർക്ക് പോലും അബൂദറിന് വലിയ പരിചയമില്ല, പിന്നെ എങ്ങനാ നിനക്കറിയുന്നത്? പിന്നെ എങ്ങനാ നിനക്ക് പേരറിയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, നിനക്കെങ്ങനെ അറിയാ ജിബ്രീൽ? ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും, ഈ നാട്ടുകാർക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാ നബിയേ. ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഉ അശ്റു ഫിൽ അർളി, ഏഴാകാശത്തിൽ ജീവിക്കുന്ന, ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും നബിയേ. അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല, അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. എല്ലാ മലക്കുകൾക്കും അബൂദറിനെ അറിയാം, അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ അള്ളാന്റെ റസൂൽ അത്ഭുതത്തോടെ ചോദിക്കുന്നു, ജിബ്രീലേ, എങ്ങനെയാണ് ജിബ്രീൽ മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം എന്താ?
മലക്കുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? യാ റസൂലല്ലാഹ്, അബൂദറിനൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. അബൂദറിനൊരു നല്ല സ്വഭാവമുണ്ട്. ആ സ്വഭാവമുള്ളവരെ മലക്കുകൾക്ക് ഇഷ്ടമാണ്. ആ സ്വഭാവമുള്ളവരെ മലക്കുകൾക്ക് ഇഷ്ടമാണ്. ഏത് സ്വഭാവമാണെന്നറിയോ? അബൂദർ എന്ന് പറയുന്ന സ്വഹാബിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, ആ സ്വഹാബി ഒരു പരിത്യാഗിയായ സ്വഹാബിയാ. ആ സ്വഹാബി ഒരു പരിത്യാഗിയായ സ്വഹാബിയാ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അബൂദറിന് ദുനിയാവിനോട് വെറുപ്പായിരുന്നു. ദുനിയാവിനെ ഇഷ്ടമല്ല, ആഖിറത്തോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പടച്ചവനെ ദുനിയാവിനെ കൈവെടിഞ്ഞു, ആഖിറത്തെ ഇഷ്ടപ്പെടാൻ തയ്യാറായി. സമ്പത്തിനോട് ആഗ്രഹമില്ല, അധികാരത്തോട് ആഗ്രഹമില്ല. പടച്ചവനെ ദുനിയാവിന്റെ ആഡംബരങ്ങളോട് ആഗ്രഹമില്ല. പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതം, അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ദുനിയാവ് നിസാരമാണ്, ദുനിയാവിനോട് വെറുപ്പായിരുന്നു. അതുകൊണ്ടാണ് നബിയേ അബൂദറിനെ മലക്കുകൾ ഇഷ്ടപ്പെട്ടതെന്ന് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബിക്ക് ദുനിയാവിന് വെറുപ്പായിരുന്നു, ആഖിറത്തോട് ഇഷ്ടമായിരുന്നു. നമുക്കാണെങ്കിലോ ആഖിറത്തോട് നമുക്ക് വെറുപ്പാട്, ദുനിയാവിനോട് വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചവനെ ദുനിയാവ് മതി, അധികാരം മതി, സമ്പത്ത് മതി, അടിച്ചു പൊളി മതി. പടച്ചവനെ നമുക്ക് മരണവും ഖബറും നരകവും പരലോകവും ഇതല്ലാതെ വേറെ ഒന്നുമില്ല ഉസ്താദേ. എവിടെ പോയാലും മരണമാണ്, എവിടെ പോയാലും മരണവും ഖബറും നരകവുമല്ലാതെ വേറെ ഒന്നുമില്ല. എപ്പോ നോക്കിയാലും ഇത് തന്നെയല്ലേ. പടച്ചവനെ പറയുന്നത് പോലും നമുക്കിഷ്ടമല്ല, പറയുന്നത് പോലും നമുക്കിഷ്ടമല്ല. നമുക്ക് ദുനിയാവ് മതിയടോ, നമുക്ക് ദുനിയാവ് മതിയടോ. ഉസ്താദേ ജീവിതം ആസ്വദിക്കാറുള്ളതാണ്, നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിക്ക് ദുനിയാവ് വേണ്ടായിരുന്നു മോനെ. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന മനുഷ്യനാണ്. ഒന്നും കരുതി വെക്കാറില്ല, ഒന്നും കൂട്ടി വെക്കാറില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, നിങ്ങളൊന്നും കൂട്ടി വെക്കാൻ പാടില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി പിന്നെ ഒന്നും കൂട്ടി വെക്കാറില്ല. എന്ത് കിട്ടിയാലും വൈകുന്നേരമാകുന്നതിന് മുമ്പ് അത് പാപങ്ങൾക്ക് കൊടുക്കുന്ന സ്വഹാബിയ. ഒന്നും കയ്യിൽ വെക്കാറില്ല. അങ്ങനെ വെക്കുന്നവരെ ഇഷ്ടവുമല്ല, അങ്ങനെ വെക്കുന്നവരെ ഇഷ്ടവുമല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു ഓരോ വീടിന്റെ മുറ്റത്ത് ചെന്ന് നിന്ന് വഅദ് പറയുമായിരുന്നു, നിങ്ങളൊന്നും കൂട്ടിവെക്കല്ലേ, നിങ്ങളൊന്നും കൂട്ടിവെക്കല്ലേ. നാളെ ഇതെല്ലാം പരലോകത്ത് നിങ്ങളുടെ ചുമലിലേക്ക്, നിങ്ങളുടെ കഴുത്തിലേക്ക് നരകത്തിന്റെ തീയായി, മാലകളായി നിങ്ങളുടെ കഴുത്തിലേക്ക് ഇടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബികൾക്ക് വല്ലാത്ത പ്രയാസമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് പരാതി പറഞ്ഞു, നബിയേ സഹിക്കുന്നില്ല നബിയേ. എപ്പോ നോക്കിയാലും ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. നബി തങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞു. അബൂദർ റളിയല്ലാഹു തആല അൻഹു ദുനിയാവിനോട് വെറുപ്പായിരുന്നു, ദുനിയാവിനെ ഇഷ്ടമായിരുന്നില്ല. സമ്പത്തുണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല, അധികാരം വേണമെന്ന് ആഗ്രഹമില്ല, കൊട്ടാരം പണിയണമെന്ന് ആഗ്രഹമില്ല, അടിച്ചു പൊളിക്കണമെന്ന് മോഹമില്ല. ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ, പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടണം. ആ ഒരാഗ്രഹം മാത്രമേ അബൂദറിനുള്ളൂ. അതുകൊണ്ട് പടച്ചവനെ അബൂദർ ഇങ്ങനെ വഅദ് പറയുന്നത് കേട്ടപ്പോ സ്വഹാബത്ത് നബി തങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അബൂദറിനെ വിളിച്ച് ചോദിക്കുമ്പോ അവിടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്
അള്ളയല്ലേ പറഞ്ഞത് നിങ്ങൾ കൂട്ടിവെക്കാൻ പാടില്ലെന്ന്. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടം കടന്നു വന്നു. അബൂദറിന്റെ സ്വഭാവത്തിലൊരു മാറ്റവുമില്ല. സ്വഹാബികൾ മഹാനായ അബൂബക്കർ തങ്ങളുടെ മുമ്പിൽ ചെന്ന് പരാതി പറഞ്ഞു. അബൂബക്കർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? അള്ളാന്റെ റസൂലൊന്നും പറയാത്തത് കൊണ്ട് ഞാനും പറയൂല. അബൂബക്കർ തങ്ങൾ വഫാത്തായി, ഉമർ തങ്ങൾ ഖലീഫയായി. അപ്പോഴും അബൂദർ ഇതുപോലെ വഅദ് പറയുകയാ. ഉമർ തങ്ങളും ഒന്നും മിണ്ടിയില്ല. മൂന്നാമത്തെ ഖലീഫയായി സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങൾ ഖലീഫയായി. ഉസ്മാൻ തങ്ങൾ ഖലീഫയായി. അബൂദറിനെ കുറിച്ച് പരാതിയായപ്പോ സഹിക്കാൻ കഴിയാതെ ഫിത്ന ഭയന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ നാട് കടത്തുകയാ. അബൂദർ നിങ്ങളെ നാട് കടത്തുകയാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമുക്ക് സമ്പത്തിനോട് വല്ലാത്ത ആർത്തിയാണ്. പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നാണ് നമ്മൾ പറയുന്നത്. മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഉമ്മമാര് മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, ഉന്നത വിജയം നേടണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല പണമുണ്ടാക്കണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. മോനെ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഒരു ഉമ്മ കൊടുക്കുന്ന ഉപദേശമാ, ഒരു വാപ്പ കൊടുക്കുന്ന ഉപദേശമാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതുകൊണ്ടാണ് +1 പഠിക്കുന്നവന് കഞ്ചാവ് കച്ചവടം നടത്തുന്നത്. നീയല്ലേ പറഞ്ഞു കൊടുത്തത് പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്? അപ്പൊ എളുപ്പവഴിയിൽ പണമുണ്ടാക്കാനെന്ന് കഷ്ടപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നമ്മളൊക്കെ ചെറുപ്രായത്തിൽ നമ്മൾ ഉപ്പാന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, എനിക്ക് മുട്ടായി വേണം ബാപ്പാ, എനിക്ക് കളിപ്പാട്ടം വേണം ബാപ്പാ, എനിക്ക് സിപ്പപ്പ് വാങ്ങിത്തരണം ബാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് മുട്ടായിക്ക് വേണ്ടി കരയുന്നവരാ. അത് പണ്ടായിരുന്നടോ, അത് പണ്ടായിരുന്നടോ. ഇന്നത്തെ തലമുറയുടെ അവസ്ഥ എന്തെന്നറിയുമോ? അവര് വാപ്പാടെ അടുക്കൽ വന്ന് മുട്ടായി വേണമെന്ന് പറയുകയില്ല, ഉമ്മാന്റെ അടുക്കൽ വന്ന് മുട്ടായി വേണമെന്ന് പറയുകയില്ല. ഇന്നത്തെ കുട്ടികൾ പറയുന്നത് വാപ്പാ പൈസതാ, വാപ്പാ പൈസതാ. എല്ലാവർക്കും പൈസ മതിയടോ, എല്ലാവർക്കും പണം മതിയടോ. എന്തുകൊണ്ടാണ് പിഞ്ചു മക്കൾ പോലും പൈസ ചോദിക്കാനുള്ള കാരണം? അവരെ പഠിപ്പിച്ചത് അങ്ങനെയായത് കൊണ്ടാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം എന്താ? പെങ്ങളെ, പണത്തിനോട് ത്രാർത്തി എന്തിനാ പൊന്നുമോളെ? പണം ഒരുപാട് കിട്ടിയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ? ഹലാല് നോക്കാറില്ല, ഹറാമു വാരിക്കൂട്ടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് പണമുണ്ടാക്കാൻ പലിശ കച്ചവടം നടത്തുന്നവരില്ലേ, ലോട്ടറി കച്ചവടം നടത്തുന്നവരില്ലേ, പടച്ചവനെ ഹറാമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരില്ലേ? പെങ്ങളെ, സ്വർഗം വേണമെന്ന് പറയുന്നവളല്ലേ, സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നവളല്ലേ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബി വനിതകളോട് പറയുകയാ, പെണ്ണുങ്ങളെ, സ്വർഗത്തിന്റെ അവകാശിയായ സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? ബലായ റസൂലല്ലാഹ്. ആരാണ് നബിയേ? എല്ലാവരും ഞാനായിരിക്കും, ഞാനായിരിക്കും, എൻ്റെ പേരായിരിക്കും നബിതങ്ങൾ പറയുന്നതെന്ന് കരുതിയിട്ട് എല്ലാവരും അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങള്, ആ പോകുന്ന പാവപ്പെട്ടവളായ പെണ്ണിനെ കണ്ടോ? വിറകുവെട്ടുകാരന്റെ ഭാര്യയാണ്. ആ പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അവള് സ്വർഗത്തിലാണെന്ന്. അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോ സഹാബി വനിതകൾ ഓടുകയാണ്. വിറകുവെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, പെണ്ണേ, നീ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുകയാ. നീ എന്ത് നന്മയാണ് ചെയ്യുന്നത്? നീ എന്ത് നന്മയാണ് ചെയ്യുന്നത്?
ആ പെണ്ണ് പറഞ്ഞു നിസ്കരിക്കാറുണ്ട്, നോമ്പ് പിടിക്കാറുണ്ട്, സദക്ക കൊടുക്കാറുണ്ട്, ദിക്റുകൾ പറയാറുണ്ട്, ഞങ്ങളും ഇതൊക്കെ ചെയ്യാറുണ്ട്. നീ പ്രത്യേകമായിട്ട് വല്ല നന്മയും ചെയ്യാറുണ്ടോ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നത്തെ സഹോദരിമാര് പഠിക്കണേ. ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോകാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുമിക്കാ, വൈകുന്നേരം ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹറാമിന്റെ പൈസ കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ. രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കൊടുക്കുന്ന ഉപദേശം, ഹറാമായ പണവുമായിട്ട് ഈ വീട്ടിലേക്ക് വരല്ലേ, ഹറാമായ ഭക്ഷണവുമായിട്ട് ഈ വീട്ടിലേക്ക് വരല്ലേ. പട്ടിണി കിടക്കാൻ തയ്യാറാ, പട്ടിണി കിടക്കാൻ തയ്യാറാ. അങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് അല്ലാഹു ആ പെണ്ണിന് സ്വർഗം കൊടുത്തത്. പക്ഷേ ഇന്നത്തെ സഹോദരിമാർക്കതറിയില്ലടോ. എങ്ങനെയാണ് പണമുണ്ടാക്കുന്നതെന്ന് പലർക്കും അറിയില്ല. പടച്ചവനെ, അവര് ഭർത്താവിനെ കാണുന്നത് ATM പോലെയാണ്, മക്കള് വാപ്പാനെ കാണുന്നത് ATM പോലെയാണ്. പണ്ടത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീണ നമ്മുടെ ഉമ്മ പറയും, മോനെ ഭക്ഷണം കളയല്ലേ, ഇതല്ലാഹു നൽകിയ വലിയ ഒരു നിഅമത്താ, ഇത് വാപ്പ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാ, ഇത് വാപ്പ ഉറക്ക വടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, ഇത് കളയല്ലേ എന്ന് നമ്മുടെ ഉമ്മമാര് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. എന്നാ ഇന്നത്തെ ഉമ്മമാര് പറയാറില്ല. അവർക്കറിയില്ല അത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. അതുകൊണ്ട് എന്റെ വാപ്പമാരോട് പറയുകയാ, ഉപദേശിക്കണം വാപ്പാ, നാട്ടുകാരെയല്ല, നിന്റെ പൊന്നാര മക്കളെ നീ ഉപദേശിക്കണേ. നിന്റെ ജോലി എന്താണെന്ന് പറയണേ, നിന്റെ സാലറി എന്താണെന്ന് പറയണേ, നിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് പറയണേ, നീ ജീവിച്ചു വന്നത് എങ്ങനെയാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ. മഹാനായ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബിയെ പോലെയാകണം ഒരു വാപ്പ, ആ സ്വഹാബിയെ പോലെയാകണം ഒരു വാപ്പ. അബൂദർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നാട് കടത്തിയിരിക്കുകയാണ്. ആരാരുമില്ലാത്ത മരുഭൂമിയിൽ പോയി ഒറ്റയ്ക്കൊരു കുടില് കെട്ടിയിട്ട് ജീവിക്കുകയാ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി അവിടെ ജീവിക്കുമ്പോഴാണ് തന്റെ മരണം ഇങ്ങനെ അടുക്കുന്നത്. മരണമടുത്തെന്ന് മനസ്സിലാകുമ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളെയും ഭാര്യയെയും വിളിക്കുകയാണ്, ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ വാപ്പാനെ വെറുക്കല്ലേ, നിങ്ങൾ വാപ്പാനെ വെറുക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കൂട്ടിവെച്ചിട്ടില്ല, ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. എന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ വാപ്പാനെ വെറുക്കല്ലേ, ഉപ്പയോട് ദേഷ്യം വെക്കല്ലേ. വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉപ്പാനെ ആരാണ് ഖബറടക്കുന്നത്, ആരാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടരുത്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ ജനാസ എടുത്തുകൊണ്ടുപോയി ജനങ്ങൾ നടന്നു പോകുന്ന വഴിയോരത്ത് കൊണ്ടുവെക്കണം മക്കള്. മക്കയിൽ നിന്ന് ജനങ്ങൾ പോകുന്ന വഴിയോരത്ത് കൊണ്ടുപോയി എന്റെ ജനാസ നിങ്ങൾ വെക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാം.
ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാം. അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ തുണിയില് എന്റെ ജനാസ ഒന്ന് പൊതിഞ്ഞു കബറടക്കാ പറഞ്ഞാ മതി മക്കളെ. അബൂദർ തങ്ങൾ പറയുകയാണ്, ലോകത്തോട് വിട പറഞ്ഞു, ലോകത്തോട് വിട പറഞ്ഞു. മക്കൾ ഉപ്പാന്റെ ജനാസ എടുത്തു കൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അബൂദർ തങ്ങൾക്ക് 3 പെൺമക്കളാ. അബൂദർ തങ്ങൾക്ക് 3 പെൺമക്കളായിരുന്നു. ആ മക്കൾ ഉപ്പാടെ ജനാസ എടുത്തു, ജനങ്ങളെ നടന്നു പോകുന്ന വഴിയോരത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് മാറി നിൽക്കുകയാ. അതാ ഉപ്പ പറഞ്ഞതുപോലെ ഒരു സംഘം വരികയാണ്. 30ഓളം പേരുള്ള ഒരു സംഘം ഉംറ കഴിഞ്ഞു വരികയാണ്. അബൂദർ തങ്ങളുടെ പെൺമക്കൾ മാറി നിന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ തുണിയില് ഞങ്ങളുടെ വാപ്പാനെ ഒന്ന് പൊതിഞ്ഞു കബറടക്കണേ. പെൺകുട്ടികൾ വിളിച്ചു പറയുമ്പോ പടച്ചവനെ സംഘം അവിടെ ഇറങ്ങുകയാണ്. ആരാണ് നേതാവെന്നറിയോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അവിടെന്ന് ചിന്തിക്കുന്നു, അല്ലാ, ഇതാരാ അല്ലാ, ആരാരുമില്ലാതെ കിടക്കുന്ന ഈ സ്വഹാബി ആരാ അല്ലാ? സൽമാൻ തങ്ങൾ അവിടെ നിന്ന് ചെന്നിട്ട് മുഖത്തിട്ടിരുന്ന തുണിയെങ്ങു മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ആരാ കിടക്കുന്നതെന്നറിയോ? മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, എന്റെ നബി തങ്ങൾ പറഞ്ഞത് സത്യമാ, എന്റെ നബി തങ്ങൾ പറഞ്ഞത് സത്യമാണ്. അബൂദറിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് അവസാനം യുദ്ധത്തിന് വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂദറേ, നീ ഒറ്റയ്ക്കാണ് മരിക്കുന്നത്, ഒറ്റയ്ക്കാണ് കബറടക്കുന്നത്, നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുന്നത് ഒറ്റയ്ക്കാ അബൂദറേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ജീവിച്ച സ്വഹാബിയാണ് അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ മലക്കുകളെ സ്നേഹിച്ചത്. ഇങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ മലക്കുകൾ സ്നേഹിച്ചത്. നമ്മളെയോ? നമുക്കിതിനെക്കുറിച്ച് പറയണ പോലും ഇഷ്ടമല്ല.